കാജലും വിനയും അയൽവാസികളാണ്. ചെറുപ്പം മുതലേ രണ്ടുപേരും സുഹൃത്തുക്കളും. ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിച്ച് ഒരേ കോളേജിൽ നിന്നും ഗ്രാജുവേഷനും കഴിഞ്ഞു. അതുകാരണം രണ്ടുപേരുടെ ഇടയിലും സ്നേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ കാജൽ അമ്മായിയുടെ വീട്ടിൽ കല്യാണത്തിനു പോയപ്പോൾ 1 മണിക്കൂറിന് ശേഷം വിനയ് അവളെ കാണാൻ വന്നു. രാത്രി 11 മണിയായി. വിനയ് കാജലിന്റെ വീടിന്റെ വാതിലിൽ മുട്ടി. ഹാ വിനയ് മോനെ, നീ ഈ രാത്രി ഇവിടെ? അത് ആന്റി, നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? നിങ്ങൾക്ക് ഡിന്നർ കൊണ്ടുവന്നതാ. അമ്മ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കൂടെ കുറച്ച് റൊട്ടിയുമുണ്ട്. നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ. താങ്ക് യു വിനയ്. കാജലിന്റെ അമ്മയ്ക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കുറെ നേരമായി വിനയും കാജലും രണ്ടുപേരും തമ്മിൽ നോക്കിക്കൊണ്ടേ നിന്നു. ഒരിക്കൽ സംസാരിക്കുന്നതിനിടയിൽ കാജലിന്റെ അമ്മ വിനയുടെ അമ്മയോട് പറഞ്ഞു, എടി സുമിത്രേ, ഞാൻ പറഞ്ഞില്ലേ കാജലിനു വേണ്ടി ഒരുപാട് ആലോചന നോക്കിയെന്ന്. പക്ഷേ കാജലിന് ഒരു ബന്ധത്തിനും ഇഷ്ടമാകുന്നില്ല. എനിക്ക് തോന്നുന്നു കാലങ്ങളായി വിനയും കാജലും തമ്മിൽ സ്നേഹത്തിലാണെന്ന്. നമ്മൾ 2 വീട്ടുകാരും ഒരു ബന്ധമുണ്ടാക്കിയാൽ എത്ര നന്നായിരുന്നു. അത് നല്ലതാ. പക്ഷേ എനിക്ക് ആലോചിക്കാൻ സമയം വേണം. വീട്ടിലെല്ലാവരോടും സംസാരിക്കണ്ടേ? വിനയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഹാ കുഴപ്പമില്ല, നന്നായി ചിന്തിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. കാജലിന്റെ അമ്മ സംസാരിച്ച് അവിടെ നിന്നും പോയി. കാജലിന്റെ അമ്മ വന്നിരുന്നു. വിനയുടെയും കാജലിന്റെയും ബന്ധത്തെപ്പറ്റി പറയാനാ. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന്. ആലോചിക്കാനെന്താ? ഇത്രയും അടുത്തുള്ളവരെയൊന്നും ആലോചിക്കണ്ട. കുറച്ചൊക്കെ ദൂരം വേണ്ടേ 2 വീടുകളും തമ്മിൽ? അതാണ് ഞാനും ആലോചിച്ചത്. മധുവിനോടും ഞാൻ സംസാരിച്ചു. അവളും പറയുന്നത് ബന്ധങ്ങളൊക്കെ ദൂരെയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല എന്നാണ്. എന്തു ചെയ്യും ഇപ്പോൾ? അവരോട് എന്തു പറയും? അമ്മയെ ഞാൻ ഉറപ്പിച്ചതാ, എനിക്ക് കാജലിനെ മതി. വേറെ ആരെയും വേണ്ട. നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇരുന്ന് ചിന്തിച്ചോ. പക്ഷേ ഞാൻ ഉറപ്പിച്ചു, ഞാൻ കാജലിനെ കെട്ടു. ഇതെന്റെ അവസാന വാക്കാ. ഇത്രയും പറഞ്ഞ് വിനയ് ദേഷ്യപ്പെട്ടു പുറത്തേക്കു പോയി. വിനയ് കാജലിനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് വീട്ടുകാരും സമ്മതിച്ചു. അവരുടെ കല്യാണം കഴിഞ്ഞു. കാജൽ സന്തോഷത്തിലായിരുന്നു. കാരണം കാമുകനെ തന്നെ അവൾ കല്യാണം കഴിച്ചു. സന്തോഷമായി കാജൽ. ഇന്ന് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. നമ്മുടെ സ്വപ്നമല്ലായിരുന്നു. ഞാനും സന്തോഷത്തിലാണ് വിനയ്. ഐ ലവ് യു കാജൽ. ഐ ലവ് യു വിനയ്. അടുത്ത ദിവസം രാവിലെ കാജൽ വേഗം എഴുന്നേറ്റു. പക്ഷെ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അവൾ വാതിൽ തുറന്ന് മിണ്ടാതെ അമ്മയുടെ വീട്ടിലേക്കും പോയി. കാജലിന്റെ അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു. കാജലിനും രാവിലെ എഴുന്നേറ്റ് തന്നെയാണ് ശീലം. കാജൽ ഇപ്പോഴും ചിന്തിക്കുന്നത് പഴയതുപോലെ തന്നെയാണ് തന്റെ വീടെന്ന്. എന്നാൽ അങ്ങനെയല്ല. കാജൽ, നീ ഒന്നും പറയാതെ ഇവിടേക്ക് വന്നത്? അതെ അച്ഛ, പോകുക. ഒരു കപ്പ് ചായ സമാധാനത്തോടെ കുടിക്കട്ടെ. എത്ര ദിവസമായി ഞാൻ സമാധാനമായി ചായ കുടിച്ചിട്ട്. അമ്മേ, ചായയുടെ കൂടെ റസ്കും കുറച്ച് ഏലക്കയും ഇട്ടതാ. ദാ വന്നല്ലോ എന്റെ പുന്നാരമോൾ. ഇവിടെ കാജൽ സമാധാനമായി നൈറ്റ് സ്യൂട്ടിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അവിടെ അവളുടെ അമ്മായിയമ്മ വീട് മുഴുവൻ തിരഞ്ഞു. ഞാൻ ടെറസിൽ പോയെന്ന് നോക്കട്ടെ. പെട്ടെന്ന് കാജലും വന്നു. കാജൽ, നീ പുറത്തെവിടേക്ക് പോയതാ? പിന്നെ നൈറ്റ് സ്യൂട്ടിൽ എവിടെ പോയതാ? നിങ്ങൾ ഉറങ്ങുമായിരുന്നല്ലോ. ഞാൻ ചായ കുടിക്കാൻ പോയതാ. ഞാൻ അമ്മയുടെ വീട്ടിൽ ചായ കുടിക്കാൻ പോയതാ. അവിടെ നിന്നാ വരുന്നത്. ആരോടും പറയാതെ ആരെയും അറിയിക്കാതെയാണോ നീ അവിടേക്ക് പോയത്? അമ്മായിയമ്മ പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് കാജൽ മിണ്ടാതെ അവിടെ നിന്നും പോയി. അന്നു മുതൽ തുടങ്ങി അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരാട്ടം. അമ്മയ്ക്കറിയാമോ, അവിടത്തെ അമ്മ വീട്ടിലെ ഒരു കാര്യവും ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന്? വേണ്ടി വന്നാൽ അമ്മയെപ്പോലും അവർ എന്നിൽ നിന്നും അകറ്റും. അയ്യോ, അതെങ്ങനെ വരുന്നത് നിർത്താൻ പറ്റും? ഇത് സംസാരിക്കണമല്ലോ. ഞാൻ ഇന്ന് തന്നെ അവിടെ വന്ന് സംസാരിക്കാം. ആദ്യമൊക്കെ അയൽവക്കം എന്തിഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു ബന്ധം വന്നപ്പോൾ അവർക്ക് ഇത്രയും അഹങ്കാരം കയറിയോ? അത് വിടമ്മേ. എനിക്ക് എപ്പോഴൊക്കെ വരാൻ തോന്നുന്നോ ഞാൻ വരും. എനിക്ക് അവരോട് പറഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്നും എന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വരും. ഞാൻ പോകുക. വിനയ് ഓഫീസിൽ നിന്നും വരാൻ സമയമായി. കാജൽ വീട്ടിലേക്ക് പോയപ്പോൾ എല്ലാവരും അവളെ നോക്കിക്കൊണ്ടിരുന്നു. കാജൽ, നീ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല അവിടേക്കാണ് പോകുന്നതെന്ന്. ശരി, കുഴപ്പമില്ല. നമ്മുടെ മധുവിന്റെ അമ്മായിയമ്മയില്ലേ നാട്ടിലെ, അവർ 2 ഡബ്ബ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാടൻ നെയ്യാണത്. 1 കിലോ ഇവിടെ വെച്ചിട്ട് മറ്റൊരെണ്ണം നിന്റെ അമ്മയ്ക്കും കൊടുത്തേക്കാം. ഒരുപാട് നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. അവരെ കാണുകയും ചെയ്യാം, നെയ്യും കൊടുക്കാം. അമ്മ, എന്റെ അമ്മയ്ക്കോ? അയ്യോ, അത് നിന്റെ അമ്മ മാത്രമല്ല, എന്റെ കൂട്ടുകാരി ആശയുടെ വീടും കൂടിയാണത്. വിനയ്, ഞാനും മോളും പോയി വരാം. കുറച്ചുനേരം കഴിയും. നിനക്ക് ചായ കുടിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് വന്നോ. ഹാ ശരിയമ്മേ. കാജൽ, നീ നിന്റെ വീട്ടിൽ പോയി ചായ ഉണ്ടാക്ക്, ഞാൻ വരാം.
തന്റെ അമ്മായിയമ്മയുടെ പെരുമാറ്റം കണ്ട് കാജൽ അമ്പരന്നുപോയി. കാജൽ, നീ ആലോചിക്കുന്നത് ഇതല്ലേ എനിക്കെങ്ങനെ പെട്ടെന്നിങ്ങനെ സ്നേഹം വന്നെന്ന്? ഞാൻ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ മക്കളിൽ നിന്നും അകന്നു താമസിക്കേണ്ടവരല്ല. എന്തിന് മകളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റണം? മകനെപ്പോലെ മകൾക്കും അവരുടെ വീട്ടിൽ പോകാൻ അവകാശമുണ്ട്, എപ്പോൾ വേണമെങ്കിലും. തന്റെ മാതാപിതാക്കളെ നന്നായി നോക്കാൻ. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മകനെ എപ്പോഴും കൂടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മകൾക്കും കാണില്ലേ സ്വന്തം മാതാപിതാക്കളെ കാണാനുള്ള ആഗ്രഹം? ഇപ്പോൾ മധു വന്നപ്പോൾ ഞാനും വിനയുടെ അച്ഛനും ഒരുപാട് സന്തോഷിച്ചു. മധുവും വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അതുപോലെ നീയും ഇവിടേക്ക് വരുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കില്ലേ? കാജൽ, ഇനി നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാളുടെ അനുവാദവും നീ വാങ്ങിക്കേണ്ട. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എന്നെ മനസ്സിലാക്കിയതിന് നന്ദി അമ്മേ. സുമിത്ര പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. അതിനുശേഷം കാജലിന് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ആലോചിക്കേണ്ടതായേ വന്നില്ല. അതിൽ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അജയ് തീരുമാനിച്ചിരുന്നു കല്യാണം കഴിക്കുമെങ്കിൽ അത് മധുവിനെ മാത്രം. മധുവിന്റെ കുടുംബം ഈ കല്യാണത്തിന് സമ്മതിച്ചു. എന്നാൽ അജയന്റെ അച്ഛനും അമ്മയും അവസാനം വരെ കല്യാണത്തിന് സമ്മതിച്ചില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നഗരത്തിൽ പഠിച്ചു വളർന്ന കുട്ടി ഇവിടെ വന്ന് ഇവിടത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നോക്കി നടത്തുമെന്ന്? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. നീ എന്നോട് കള്ളം പറയാ ഈ കല്യാണത്തിന് സമ്മതം കിട്ടാൻ. ഞാൻ പറയണത് അങ്ങ് കേട്ടാ മതി. നീ എന്റെ മോനല്ലായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിനേ വരില്ലായിരുന്നു. താലി കെട്ടണ സമയത്ത് ഞങ്ങൾ വന്നേക്കാം അനുഗ്രഹിക്കാൻ, കേട്ടോ? ആശീർവാദം തരാതിരിക്കാൻ എന്റെ മനസ്സിൽ കല്ലല്ല. നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തോ, ഞങ്ങൾ എത്തിയേക്കാം. ശരി, നിനക്ക് സന്തോഷമായില്ലേ? വിഷമിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും കൃത്യസമയത്തെത്തും. ചെല്ല്, നീ നിന്റെ ഭാവി വധുവിന്റെ കൂടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ തയ്യാറാക്ക്. ഞങ്ങളുടെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും. താങ്ക് യു പപ്പ. താങ്ക് യു അമ്മേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. അജയ്ക്ക് ഇത്തിരി സമാധാനായി അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്ന്. എല്ലാ കാര്യങ്ങളും തയ്യാറായി. അജയ് അങ്ങനെ മധുവിന്റെ കൂടെ കല്യാണ മണ്ഡപത്തിൽ വന്നു. അവന്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് വരികയും ചെയ്തു. മധു അവരുടെ കാല് തൊട്ട് നമസ്കരിച്ചു. പക്ഷെ ഈ കല്യാണം അപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. മധുവും അജയന്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. അജയ്, നിന്റെ കൊച്ചച്ഛൻ, വല്യമ്മ, ചിറ്റപ്പൻ അവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. എല്ലാരോടും ഇപ്പൊ തന്നെ പോകാൻ പറയാൻ പറ്റില്ലല്ലോ. മരുമകളുണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ ഇനി പോകുള്ളവര്. അതുകൊണ്ട് 2 ദിവസം നമ്മുടെ വീട്ടിൽ കാണും അവര്. അതെ അമ്മേ, കുഴപ്പമില്ല. എൻ്റെ ഫ്ലാറ്റ് വലുതാണ്, എല്ലാവർക്കും ഇവിടെ കഴിയാം. ശരി, അപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോവാം. ശരി അച്ഛാ, ഞാനിപ്പോൾ തന്നെ തയ്യാറാവും. അജയ് മധുവിന്റെ അച്ഛനോട് സംസാരിക്കും. അങ്ങനെ എല്ലാവരും കാറിൽ അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നു ചേരും. അടുത്ത 2 ദിവസം അവന്റെ ഫ്ലാറ്റിൽ ഇവരെല്ലാം താമസിക്കും. ഇത് നിന്റെ ആദ്യത്തെ അടുക്കളയാ. ഇവിടെ എല്ലാരും നീ ഉണ്ടാക്കിയത് കഴിക്കാൻ വന്നതാ. നാടൻ കറികൾ വേണം ഇവിടെ ഉണ്ടാക്കാൻ. അതും അടുപ്പത്ത് വേണം, കേട്ടോ? നീ നഗരത്തിലൊക്കെ താമസിച്ചതാ. അവിടത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നത് ഗ്യാസില്. എനിക്കിച്ചിരി പേടിയുണ്ട് ആ കാര്യത്തില്. എനിക്ക് നിന്നെ സഹായിക്കാൻ പോലും പറ്റില്ല ഈ കാര്യത്തിൽ. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ശരി അമ്മായി, അടുക്കളയിലെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്റെ വിമലേ, നീ നിന്റെ മരുമോളോട് അടുപ്പത്ത് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ ഉണ്ടാക്കാൻ വല്ല പിടിയുണ്ടാ? അതും നമ്മുടെ നാടൻ കറികള്, വിഭവങ്ങളൊക്കെ അവൾക്ക് അറിയാമോ? ചേച്ചി, ഇതൊക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. എവിടെന്ന് വന്നെന്ന് പറഞ്ഞാ എന്ത്? പറയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് അവളുടെ കടമ. മധു അടുക്കളയിലോട്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും അജയ് അവളുടെ അടുത്ത് വരും. മധു, നീ തയ്യാറല്ലേ? ഞാൻ റെഡിയാ. കുറച്ചു നേരം എന്റെ കൂടെ ടെറസിലൊന്ന് വരുമോ? എനിക്ക് അടുപ്പ് കത്തിക്കണം. ശരി, ഞാൻ നിന്റെ കൂടെ വരാം. അജയുടെ കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് എല്ലാം കാണുകയായിരുന്നു. മധു ടെറസിലോട്ട് പോകും. വിറകുകൾ അടുക്കി അടുക്കി വെക്കുകയും ചെയ്യും. ഇനി അവൾ പാചകം ചെയ്യണം. അവൾ നല്ല നാടൻ കറികൾ, അതും നല്ല വെളിച്ചെണ്ണയിൽ അവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അതും വിറകടുപ്പിൽ. അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ നല്ല മണം നന്നായി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. എന്തായാലും മരുമോളെ ഇപ്പൊ ഞാൻ കണ്ടതേ ഉള്ളൂ. അവൾ വിറകടുപ്പില് നല്ല വെളിച്ചെണ്ണ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട്. അല്ല മദൻ, ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? എല്ലാ ബന്ധുക്കളും ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാ മരുമകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എപ്പോൾ കിട്ടുമെന്നാ.
ബിംല ഒന്നുകൂടി പോയി നോക്ക്. ഭക്ഷണമാവാൻ എത്ര സമയമെടുക്കുന്നു മരുമകളോട് ചോദിക്കേ. ഞാൻ നോക്കിയിട്ട് വരാം. മധു ആഹാരമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അമ്മായി, ഞാൻ കരുതി എന്തായാലും പാചകം ചെയ്യല്ലേ, എന്നാ പിന്നെ പായസം കൂടെ ഇരിക്കട്ടെ. നല്ല കാര്യത്തിന് എപ്പോഴും മധുരം വേണമെന്നല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോഴേക്കും അവിടെ ചേട്ടത്തിയും വല്യമ്മയൊക്കെ വരും. ചേട്ടത്തി, മധുവിന് നല്ല അറിവുണ്ടല്ലോ. ഇവൾക്ക് വിറകടുപ്പിൽ ആഹാരം ഉണ്ടാക്കാറിയാലോ. എന്റെ അമ്മൂമ്മയുണ്ടല്ലോ, ഞാൻ ചെറുതായിരുന്നപ്പോ ചിലപ്പോ റൊട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അമ്മൂമ്മ ചെയ്യണ കണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഫോണിൽ നോക്കി നമുക്കിതൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. എന്ത്? ഫോണിൽ നോക്കിയോ? അതെങ്ങനെ? അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് അപ്പം തന്നെ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണങ്ങളും അറിയാൻ പറ്റും. ഫോണിൽ നമുക്ക് നല്ല അറിവ് കിട്ടാനുള്ള വഴികളും ഉണ്ട്. ആണോ? ഈ വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഗുണമൊക്കെ എന്താ? ഞങ്ങൾക്കും പറഞ്ഞുതാ മോളെ. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നിങ്ങൾക്കറിയാം. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളും നിങ്ങൾക്കറിയാം. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി മാത്രമല്ല, അത് ശരീരത്തിന് നല്ലതും കൂടെയാണ്. വിറകടുപ്പിലുണ്ടാക്കുന്ന ആഹാരം പോഷക ഗുണങ്ങൾ കൂടുതലായിരിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും കൂടിയാണ്. അതുകൂടാണ്ട് പയ്യെ പയ്യെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തിയാണെങ്കിലും മൃദുവായിട്ടിരിക്കും. ചവയ്ക്കാനും അത് എളുപ്പമാണ്. അതുകൊണ്ട് വിറകടുപ്പിലുണ്ടാക്കുന്ന ചപ്പാത്തി ഇടയ്ക്ക് തിന്നണം. അതിന് നല്ല ഗുണമുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഇതെന്തായാലും ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും. മധുവിനെയും മധുവിന്റെ സംസാരത്തിനെയും പാചകത്തിനെയും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. വിറകടുപ്പിലുണ്ടാക്കിയ ആഹാരം എല്ലാവരും സ്വാദിഷ്ടപൂർവ്വം കഴിക്കുകയും ചെയ്തു. അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും തുടങ്ങി. അവളുടെ ഈ സ്വഭാവം കണ്ട് അമ്മായിയമ്മയ്ക്കും അമ്മായി അച്ഛനും അവളെ ഒരുപാട് ഇഷ്ടമായി. അവരവളെ സ്വീകരിക്കുകയും ചെയ്തു. Thanks for watching.